രുദ്രമാലിനീ നമഃ പ്രചണ്ഡവീര്യേ നമഃ ഭട്ട് സ്വാഹ ജണ്ഡ സഹോദര്യേ നമഃ ചഞ്ചല നേത്രായേ നമഃ ഭട്ട് സ്വാഹ ഓം ജ്വാലമാലിന്യായ വിദ്മഹേ രക്തപ്രിയായ ധീമഹി തന്നോ ശക്തി പ്രചോദയാത് മാർഗനേത്ര ആവാഹയാമി. മാർഗനേത്ര, പൂർവദിക്കിലേക്ക് പോകൂ. 100 കാതങ്ങൾ താണ്ടിപ്പോകൂ. ദിഗ്വിജയൻ വസിച്ചിരുന്ന ആ വീട്ടിലേക്ക് പോകൂ. ആ വീടിന്റെ ഓരോ ദിക്കും കോണും അരിച്ചു പിറക്കൂ. അവന്റെ ബന്ധുമിത്രാദികൾക്കിടയിൽ ഇച്ഛാധാരി നാഗങ്ങളുണ്ടോ എന്ന് കണ്ടെത്ത് നിന്റെ ശക്തികളെല്ലാം ഉപയോഗിക്കൂ. അവയെ ഹരിതവർണ്ണത്തിലാണ് നമ്മുടെ കണ്ണുകൾക്ക് ദൃശ്യമാകുന്നത്. പോകൂ. വീട്ടിൽ ആരെങ്കിലും എന്നെ കാണുന്നതിന് മുൻപേ ഞാൻ റൂമിൽ ചെന്ന് കയറണം. ആരോ എന്റെ യഥാർത്ഥ രൂപം കാണാൻ പ്രയത്നിക്കുന്നുണ്ട്. ആരായിരിക്കും അത്? ഈ വീട്ടിലുള്ളവരായിരിക്കോ അതോ വേറെ ആരെങ്കിലും ആയിരിക്കോ? ഞാൻ നാഗറാണിയാണെന്ന് മറ്റാരും അറിയാൻ പാടില്ല. ശിവനോ നിന്നേ. എന്താ നീ അങ്ങനെ പോകുന്നേ? എന്തു പറ്റി? എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഒരു കാരണവശാലും ആർക്കും ഒരു സംശയവും വരാൻ പാടില്ല. വന്ന അപായം ഉണ്ടാവുക എനിക്ക് തന്നെയാ. പരമേശ്വര, ആരുടെ കണ്ണിലും പെടാതെ നോക്കണേ ദൈവമേ. ശിവാനി, ശിവാനി, വെളുപ്പാങ്കാലത്ത് എവിടേക്കാ രണ്ടുപേരും കൂടെ സവാരി പോയത്? എടാ കള്ളാ, ഭാര്യയോട് നിനക്ക് ഇത്രമാത്രം സ്നേഹം ഉണ്ടോടാ? ഭാര്യയെ പുറത്തു കൊണ്ടുപോകുന്നു, ഭക്ഷണം കഴിപ്പിക്കുന്നു, എന്തൊരു സ്നേഹം! അമ്പമ്പോ കൊള്ള. അതും ആരോടും ചോദിക്കാതെയും പറയാതെയൊക്കെയാ ഇവര് കറങ്ങാൻ പോകുന്നതൊക്കെ. അയ്യോ, അവര് രണ്ടാളും ഭാര്യയും ഭർത്താവുക. അവർക്ക് എന്തിനാ നമ്മുടെ പെർമിഷന്റെ ആവശ്യം? ഭാര്യ കൂടെയുള്ളപ്പോ നമ്മളെയൊക്കെ എവിടെ കാണാനാ? അത് മാത്രമല്ല, കുഞ്ഞുണ്ടാവാനും പോവല്ലേ. ഹലോ ഹലോ ഹലോ, കളിയാക്കിയതൊക്കെ മതി. രണ്ടുപേരും കൂടെ ഒന്ന് വാക്കിങ്ങിന് പോയി, അത്രേ ഉള്ളൂ. അല്ല ഏട്ടത്തി എന്താ മിണ്ടാതിരിക്കുന്നേ? എന്ത് പറ്റി ഏട്ടത്തി? ഒന്നുമില്ലല്ലോ. തൃശൂൽ, നീ എന്താ അവളെ ചെയ്തേ? ഞാനെന്ത് ചെയ്യാനാ? എന്താ ചേട്ടാ, ഏട്ടൻ ഏട്ടത്തി എങ്ങാനും വഴക്ക് പറഞ്ഞോ? ഏട്ടത്തി, ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചോ? അത് രാവിലെ നേരത്തെ എണീറ്റില്ലേ, ഉറക്കം മതിയായില്ല, അതുകൊണ്ടാ മുഖം വല്ലാതിരിക്കുന്ന. ഞാൻ പോയി റെഡിയായിട്ട് വരാം. ഏട്ടത്തി ഒരു മിനിറ്റ്. എന്താ പറ്റി ഏട്ടത്തി? കൈ കുറച്ചു നേരമായിട്ട് മറച്ചു വെച്ചിരിക്കുകയാണല്ലോ. എന്തെങ്കിലും പറ്റിയോ? എന്തു പറ്റി മോളെ? എവിടെ നോക്കട്ടെ? ഒന്നും പറ്റിയിട്ടില്ല. വെറുതെ ഇവക്ക് വേറെ പണിയില്ല. പോ മോളെ, നീ ചെന്ന് റെഡിയാകും. ചെല്ല് ചെല്ല് ചെല്ല്, ഭാര്യയുടെ വാലെ പിടിച്ച് തന്നെ ചെല്ല്. സ്വാമിജി, നിങ്ങൾ ദിഗ്വിജയന്റെ വീട്ടിലേക്ക് അയച്ച ശക്തിക്ക് എന്തെങ്കിലും ഫലം ഉണ്ടായോ? അങ്ങിപ്പോൾ ഇവിടുന്ന് പറഞ്ഞയച്ച ശക്തികൾക്ക് ഇച്ഛാധാരി നാഗങ്ങൾ ആരാണെന്ന് ഈ ക്ഷണം തന്നെ മനസ്സിലായിട്ടുണ്ടാകുമോ? അതെ, ഇച്ഛാധാരി നാഗങ്ങളെ കണ്ടുപിടിച്ച് അങ്ങോട്ടൊന്ന് പറയുമോ? പറയൂ ഗുരുക്കളെ, പറയൂ, എന്താ ഉണ്ടാവാന്ന് പറ. സ്വാമിജി, അങ്ങിപ്പോ പറഞ്ഞയച്ച ശക്തികൾക്ക് ഇച്ഛാധാരി നാഗങ്ങൾ ആരാണെന്ന് മനസ്സിലായി കാണുമോ? ആ ശക്തി അവരെ വിളിച്ചോണ്ട് വരുമോ? എന്തെങ്കിലും യന്ത്രം ഉണ്ടെങ്കിൽ തരൂ സ്വാമി. ഞങ്ങൾക്ക് സർപ്പം കൊണ്ട് മരണം വേണ്ട സ്വാമി. മൂഢ,
മരണത്തെ ഭയപ്പാടോടെ കാണുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എല്ലാം ശരിയാകാൻ പോകുന്ന സമയത്ത് ഭയം എന്തിനാണ്? എല്ലാം ശരിയാവുന്ന സമയം പറയുമ്പോ നാഗങ്ങൾ ആരാണെന്ന് മനസ്സിലായ ഗുരുക്കളെ? ഉടൻ മനസ്സിലാകും. നാഗങ്ങളുള്ള സ്ഥലത്തേക്ക് മാർഗനേത്രന്റെ പ്രവേശനം നടന്നു കഴിഞ്ഞു. ഇതെങ്ങനെ ഉണ്ടായി? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാൻ എങ്ങനെ നാഗമായി മാറി? നാഗമായി മാറാനുള്ള രണ്ട് വഴി. ഒന്ന്, ഞാൻ തന്നെ ആഗ്രഹിക്കണം. 2, ആരെങ്കിലും എന്റെ മേൽ മന്ത്രപ്രയോഗം നടത്തണം. ഇന്ന് ഞാൻ നാഗമായി മാറിയത് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല. അപ്പൊ പിന്നെ എന്റെ മേലുണ്ടായത് മന്ത്രപ്രയോഗമാണോ? ആരെങ്കിലും ഞാൻ ഇനി മനുഷ്യനാണോ അതോ നാഗമാണോ എന്നറിയാൻ മന്ത്രപ്രയോഗം നടത്തിയതാണോ? ഞാൻ എന്റെ ചുറ്റും നോക്കിയപ്പോ ആരും അവിടെ ഇല്ലായിരുന്നു. തൃശൂൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ ഒരു സാധ്യതയില്ല. പിന്നെ എങ്ങനെ ആയിരിക്കും? ഇതെങ്ങനെ സംഭവിച്ചു? മറ്റെവിടെങ്കിലും നിന്ന് ആരെങ്കിലും എന്റെ മേൽ മന്ത്രപ്രയോഗം നടത്തുന്നുണ്ടോ? ശിവാനി, എന്താ ഇത്? ഈ സാരി നിർത്തിരിക്കുന്നേ? ഞാൻ വാങ്ങിത്തന്ന സാരി എടുക്ക്, ചെല്ല്. എന്തിന്? അന്ന് അങ്ങനെ ചോദിക്കുന്ന? നമുക്ക് അമ്പലത്തിലേക്ക് പോകാനുള്ളതല്ലേ? ഇല്ല തൃശൂർ, എനിക്കൊരു മൂഡില്ല എങ്ങോട്ടും പോകാൻ. ശിവാനി പ്ലീസ് പ്ലീസ്, അങ്ങനെ പറയരുത് നീ. ഡോക്ടർ പറഞ്ഞിരുന്നതല്ലേ നിന്റെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ നോക്കണമെന്ന്. അതുകൊണ്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നിന്റെ മനസ്സ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ. വാ ശിവാനി പ്ലീസ്. തൃശൂർ പ്ലീസ് മനസ്സിലാക്ക. ശിവാനി പ്ലീസ് പ്ലീസ്, അങ്ങനെ പറയരുത്. അമ്പലത്തിലേക്ക് പോവാൻ ശിവാനി പ്ലീസ് പ്ലീസ്. എനിക്ക് വേണ്ടി വാ ശിവാനി പ്ലീസ്. ശരി, വരാം. അതിനെന്തിനിങ്ങനെ യാചിക്കുന്നത്? റെഡിയാവട്ടെ. അമ്പലത്തിലേക്ക് പോകുന്നത് നിന്റെ സമാധാനത്തിന് വേണ്ടിയല്ല ശിവാനി, എന്റെ സമാധാനത്തിന് വേണ്ടി. നിന്റെ വയറ്റിൽ കിടക്കുന്ന പാമ്പിനെ പറ്റിയുള്ള രഹസ്യം അതെനിക്ക് അറിഞ്ഞേ മതിയാവൂ. അതിനു വേണ്ടിയാ നിന്നെ സ്വാമിജിയുടെ അടുത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇന്നെനിക്ക് എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടിയേ മതിയാവൂ. മനസ്സിലായോ ഗുരുക്കൾക്ക്? മനസ്സിലായോ ഇച്ഛാധാരി നാഗങ്ങൾ ആരാണെന്ന് മനസ്സിലായോ ഗുരുക്കൾക്ക്? ആരുടെ വീട്ടിലുള്ളതെന്ന് മനസ്സിലായോ? പറയൂ ഗുരുക്കളെ. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായല്ലേ? ഇച്ഛാധാരി നാഗങ്ങള് ആരാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നാഗമാണിക്ക് എളുപ്പത്തിൽ നേടാമല്ലോ. പറ സ്വാമിജി, അങ്ങയുടെ ശക്തി മനസ്സിലാക്കിയ ആ വീട് എവിടെയാണ്? അവിടെയുള്ള നാഗങ്ങൾ ഏതാണ്? ഗുരുക്കളെ, ആ നാഗങ്ങൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്ഥലത്താണോ? അതോ ഞങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ ആ നാഗങ്ങൾ? സ്വാമിജി, അങ്ങയുടെ മൗനം ഞങ്ങൾ ഒരുപാട് പേടിപ്പിക്കുന്നു സ്വാമിജി. എന്തെങ്കിലും ഒന്ന് പറയൂ സ്വാമിജി. ആ ശക്തിക്ക് ഒരുപക്ഷെ ഞങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം തരാനാകൂ ഗുരുക്കളെ. പറയൂ ഗുരുക്കളെ. ശക്തി തിരിച്ചു വരില്ല. ഞാൻ സൃഷ്ടിച്ചയച്ച ആ ശക്തി നാഗങ്ങളുടെ ദേഹത്ത് കയറി അവരുടെ പ്രാണനിൽ കലർന്നിരിക്കുകയാണ്. അതിന്റെ പ്രാണൻ ഹരിതവർണ്ണത്തിലാകും കാണുക. അത് നാഗങ്ങളാണെന്ന് മനസ്സിലാക്ക്. മനസ്സിലായില്ല സ്വാമിജി. ഗുരുക്കളെ, ആർക്കും ഒന്നും മനസ്സിലായില്ല. ഒന്ന് തെളിച്ചു പറയൂ. മാർഗനേത്രൻ കണ്ടെത്തിയ നാഗങ്ങളുടെ രൂപങ്ങൾ ഹരിതവർണ്ണത്തിൽ തിളങ്ങുന്നതായി കാണാം. അതിന്റെ സഞ്ചാര വഴി, അതിന്റെ വാസസ്ഥലമെല്ലാം ഹരിതമായി കാണും. അതെന്റെ നേത്രങ്ങളിലും പൂജയിൽ പങ്കെടുത്തതിനാൽ നിങ്ങളുടെ നേത്രങ്ങളിലും ഹരിതവർണ്ണത്തിൽ ദൃശ്യമാകുന്നതാണ്. പോകൂ, എല്ലായിടത്തും അന്വേഷിക്കൂ. നാനാ ദിക്കിലേക്കും ചെല്ല്. ഹരിതവർണ്ണത്തിൽ കാണുന്ന നാഗങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്ക. പോകൂ, അന്വേഷിക്ക. കാടും മേടും വീടും അമ്പലങ്ങളും പള്ളികളും ഒന്നുവിടാതെ അന്വേഷിക്ക. നാഗങ്ങളുള്ള സ്ഥലം ഹരിതവർണ്ണത്തിൽ കാണാം. ചെല്ല്. ശരി ഗുരുക്കളെ, വന്നാലും. ഏയ് ഭോലനാഥ, ഓംകാരേശ്വര, സർവശക്ത നിത്യകർമാത്മനെ, സകല ഭൂത പ്രേത പിശാചനാശനെ, ഭൂമിയിലുള്ളവരുടെ ഭവിഷ്യം എഴുത്തുന്നവനെ, എന്താണിത്? എന്താണ് ഈ ഭൂത സ്വഭാവം? നിന്റെ ഭക്തയെ കണ്ടെത്താനായിട്ട് ദുഷ്ടമന്ത്രവാദികൾ ഇറങ്ങിത്തിരിച്ചിട്ടും എന്തിനാണ് ഈ മൗനം?
ഹര ഹര ശിവനെ, എന്തിനാണ്? പച്ചരൂപം കണ്ടു കഴിഞ്ഞാൽ നാഗങ്ങളെ കണ്ടതുപോലെ തന്നെയാ. ഗുരുക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാഗമാണിക്ക് പിന്നെ ഞങ്ങളുടേതാണ്. അല്ല ചങ്ങാതി, പച്ച 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 എന്ന് പറയുന്നു. ഇവിടെ മരവും ചെടിയും എല്ലാം പച്ചയാണ്. ഇതിന്റെ ഇടയെന്ന് സ്വാമിജി പറയുന്ന പച്ച നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഒന്ന് വെറുതെ ഇരിക്കടാ. പാമ്പുകൾ നമ്മുടെ അഡ്രസ് അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമല്ലേ? നീ വണ്ടി ഓടിച്ചാ മതി. ഇതിപ്പോ എവിടെയെന്നോർത്ത് പോയി കണ്ടുപിടിക്കും? പച്ച നാഗങ്ങൾക്ക് ഈ വഴിക്ക് വരൂ? പച്ചനിറമാണത്രേ, പച്ചനിറം. ഈ ലോകം മുഴുവൻ തേടി നടക്കാൻ പറ്റുമോ? ഈ ലോകം മുഴുവൻ പച്ചനിറമാണ്. എവിടെയെന്ന് കരുതിയാ തേടുന്നത്? എന്നാ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയും കണ്ടുപിടിക്കാമായിരുന്നു. എന്ത് ചെയ്യാനാ? ഏത് വിധേനയും ഗുരുക്കളെ സ്വാധീനിച്ച് നാഗമാണിക്കും എന്റേതാക്കി മാറ്റേണ്ടതാണ്. ആരൊക്കെ തന്നെ എതിർത്താലും ആരൊക്കെ തിരഞ്ഞാലും നാഗമാണിക്യം എന്റേത് മാത്രമാണ്. പക്ഷെ എവിടെയാന്നോർത്ത് അന്വേഷിക്കും? ശിവാനി, രാവിലെ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ടത്? അത് തൃശൂർ ശരീരത്തെന്തോ വീണതുപോലെ തോന്നി. ആകെ മൊത്തം നീറുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാ. അത് ഞാൻ എന്റെ കൈ തന്നെ വെച്ചിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇവൾക്ക് മാത്രം ശരീരം നീറിയത്രേ. എന്ന് വെച്ചാ ആ ചൂർണത്തിന്റെ പ്രഭാവം ഇവളുടെ മേലുണ്ടായി എന്നല്ല അർത്ഥം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് മറ്റൊരു രൂപം കാണാനിടയായില്ലല്ലോ. നീ എന്തിനാ അതിനെപ്പറ്റി ചിന്തിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് പറയുമ്പോ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതാണല്ലോ ശിവാനി. ഇപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മതി. നാഗഗുരു പറഞ്ഞിരുന്നു എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന്. എനിക്കുണ്ടാവുന്ന അനുഭവങ്ങൾ കാണുമ്പോ അത് സത്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ഞങ്ങളെ പിന്തുടരുന്നുണ്ടോ? എല്ലാവരും ഇപ്പൊ എവിടെയുള്ളത്? എടാ, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയില്ലേ, അവിടെ ഇപ്പൊ അന്വേഷിക്കുന്നത്. കുറെ മരവും ചെടിയും പൂവും അല്ലാതെ ഇവിടെ പച്ച നിറമൊന്നും കാണുന്നില്ല എന്റെ അളിയാ. ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? ഈ നാട് എത്ര വലുതാ, എത്ര നേരം എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നത്? എടാ, അത് തന്നെയല്ലേ ഞാനും പറയുന്നത്. വൈകുന്നേരത്തിനുള്ളിൽ നമ്മളത് കണ്ടെത്തിയില്ലെങ്കിൽ അതിന്റെ ശക്തി നഷ്ടപ്പെടും. നീ എടുത്ത പ്ലാൻ എന്താന്ന് വെച്ചാ പറ. പറയുന്ന കേക്ക്. നമ്മൾ ഇങ്ങനെ നടന്നാൽ ഒരിക്കലും കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വേറെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ പറ്റൂ. ഞാനും അത് തന്നെ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറയടാ. എല്ലാരും കൂടി എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്ത് തന്നെ ഒത്തുചേരണം. ഈ ബുദ്ധി നിനക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. എല്ലാരും കൂടെ അവിടെ ഇവിടെ കലഞ്ഞു തിരിഞ്ഞാ പാമ്പ് പിടിച്ചോ എന്ന് പറഞ്ഞ് മുമ്പേ വന്ന് നിൽക്കാൻ പോവല്ലേ? കൊത്താനൊരു അവസരം നോക്കി നിൽക്കുമായിരിക്കും അത്. അതോടെ തീർന്നു കഥ. ശരി, ഞങ്ങളിപ്പോ എങ്ങോട്ടാ വരണ്ടെന്ന് പറയടാ. നന്ദി ഹിൽസ് ഇല്ലേ, നന്ദി ഹിൽസ്. അവിടെ നമ്മൾ എപ്പോഴും ഒത്തുകൂടുന്നൊരു സ്ഥലമില്ലേ, മലയുടെ പുറകില്. അങ്ങോട്ട് വന്നാ മതി. ശരി, ഓക്കെ. എടാ, താമസിക്കണ്ട, വേഗം വന്നേക്കണേ. എന്താടാ പറ്റിയത്? എടാ ഭൂപതി, അന്വേഷണമൊക്കെ നിർത്തിക്കോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരിടത്ത് കൂടാന്നാ പറയുന്നത്. എന്നാ അങ്ങോട്ട് പോട്ടെ. എല്ലാം ശരിയായിട്ടാ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷെ എവിടെയോ എന്തൊക്കെയോ തെറ്റ് സംഭവിക്കുന്നെന്ന് തോന്നുക. എന്തുകൊണ്ടായിരിക്കും? ശിവാനയെ പറ്റി ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് മനസ്സ് പറഞ്ഞിട്ടും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന പാമ്പിന്റെ ദൃശ്യം എന്തോ തെറ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇത് അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഇവളെ ആ സ്വാമിയുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോയേ മതിയാവും. ഇത്രയും വലിയ നാട്ടില് ആ ഇച്ഛാധാരി നാങ്ങളെ എവിടെ പോയി അന്വേഷിക്കാനാടാ? പച്ച നിറമെന്ന് അങ്ങോട്ട് പറഞ്ഞു തന്നാ പിന്നെ എല്ലാം അങ്ങ് എളുപ്പമാണല്ലോ. എവിടെയാ എന്താണെന്നൊന്നും അറിയാതെ പിന്നെ എങ്ങനെ അന്വേഷിക്കാനാ? ഏത് ദിക്കിലാണെന്നോ ഏത് രൂപത്തിലാണെന്നോ ഒന്നും അറിയില്ല. സമയമാണെങ്കിൽ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സ്വാമിജിയുടെ മന്ത്രപ്രഭാവത്താൽ നാഗങ്ങളുടെ ചുറ്റുമുള്ള പച്ചനിറം അപ്രത്യക്ഷമാകും. അത് തന്നെയാണ് എന്റെ ടെൻഷൻ. നാഗങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ
അതിന്റെ കുഴപ്പം നമുക്ക് തന്നെയാ. നമ്മൾ 4 പേരും ഈ 4 ദിക്കിലും തലയും കുത്തി കിടന്ന് നോക്കിയാലും കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ 4 പേരും ഒരേ ദിക്കിൽ പോയി ആ നാഗങ്ങളെ ബന്ധിക്കണം. അത് നടക്കാൻ പോകുന്ന കാര്യമാണോടാ? എല്ലാവരും ഒരേ വഴിയിലൂടെ തേടുക എന്ന് പറഞ്ഞ ഇനി വിമാനത്തിൽ നേരെ മുകളിലേക്ക് പോയി താഴോട്ട് നോക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഈ നാട് മൊത്തം കാണാൻ പറ്റും. ഈ സമയത്താണോ കോമഡി? സീരിയസ് ആയിട്ട് ഡിസ്കഷൻ നടക്കുന്നത് നീ കാണുന്നില്ലേ? അതെ, അവനെ എന്തിനാ വഴക്ക് പറയുന്നത്? അവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. എടാ നിനക്കെന്താ ഇവന്റെ വാക്ക് കേട്ട് നീ ഇനി പുഷ്പ വിമാനം കൊണ്ടുവരാൻ പോവാണോ, അതോ ഇനി ഹെലികോപ്റ്റർ വാടക എടുക്കാനുള്ള പരിപാടിയാ? ഹെലികോപ്റ്റർ ഒന്നും കൊണ്ടുവരില്ല, വേണമെങ്കിൽ ഹെലികാം കൊണ്ടുവരാം. ഹെലികാം മുകളിലോട്ടങ്ങ് പറത്തിവിട്ടാ താഴെ എവിടെയൊക്കെ പച്ച നിറമുണ്ടെന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാം. അങ്ങനെ എവിടെയൊക്കെ പച്ച നിറം കാണുന്നോ ആ സ്ഥലത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പോവുകയും ചെയ്യാം. ഓ, സൂപ്പർ ഐഡിയ ആണല്ലോ. ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ തോന്നിയില്ലല്ലോടാ. ഞാൻ എങ്ങനെയാ വരുത്ത്, വേഗം ഹെലിക്കാൻ വരുത്ത്. ആ പച്ച നിറത്തിലുള്ള നാഗങ്ങള് എവിടെയാണെന്ന് നോക്കാം നമുക്ക്. ഇവളുടെ വയറ്റില് പാമ്പ് വരാൻ എങ്ങനെ സാധ്യത? ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടുമല്ലോ. കിട്ടണം. ഉത്തരം കിട്ടിയേ മതിയാകൂ. രാവിലെ എന്റെ ശരീരത്ത് വീണതെന്താ? അതേതെങ്കിലും മന്ത്രവാദികളുടെ വാമാചാര പ്രയോഗമാണോ? അതിന് പിന്നിലുള്ളവർ ആരാണ്? എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? അങ്ങനെ എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരം ലഭിക്കണം. ശിവാനി, ആ എങ്ങനെയുണ്ടപ്പോ? നിന്റെ ശരീരം നീറുന്നുണ്ടായിരുന്നില്ലേ? അതിപ്പോ ശരിയായില്ലേ? ആ തൃശൂർ മുറിവുണങ്ങും, വേദനയും മാറും. എങ്കിലും ആ മുറിവിന്റെ പാട് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ആ ചിന്തയും നമ്മെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിന് വേദന തന്നുകൊണ്ടേയിരിക്കും. പരിഹാരം കണ്ടേ മതിയാവും. ഈ പരിപാടി കൊള്ളാവടാ. ഇത്തിരി കൂടി വലുതായിരുന്നെങ്കിൽ നമുക്കും അതിലിരുന്ന് മുകളിൽ പോയിരുന്ന് കാണാമായിരുന്നു. സർപ്പം വെള്ളം കടിക്കാൻ വന്നാല് രക്ഷപ്പെട്ടു പോരാൻ പറ്റിയ വഴിയായിരുന്നടാ. നിന്റെ വായും വെച്ച് ഒന്നും മിണ്ടായിരിക്കടാ. രണ്ടുപേരും വഴക്കടിക്കാതെ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കേ. ഇവന്മാരിങ്ങനെ തമ്മിലടിക്കട്ടെ. എനിക്ക് വേണ്ടത് നാഗമാണിക്യമാണ്. ഒരിത്തിരി പുറകോട്ട്. സ്വല്പം ലെഫ്റ്റ് കാണിച്ചേ. അല്ലല്ല, സൂം ചെയ്. എടാ നീ ഒന്ന് മിണ്ടാതെ നിന്നടാ. ഇവന്റെ വാക്ക് കേട്ട് പറത്തിയാ വല്ല കടലിലും പോയി വീഴുവത്. നീയേ ഇടതുവശത്തേക്ക് പോട്ടെ. എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? ഈ പച്ച നിറത്തിലുള്ള സർപ്പത്തെ ഹെലികാം ഓപ്പറേറ്റർക്ക് കാണാൻ പറ്റത്തില്ലേ? പൂജ നടത്തിയ സമയത്തുണ്ടായിരുന്നത് നീയോ അതോ അവനോ? നീ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ചുറ്റിത്തിരിയാതെ വേറെ എങ്ങോട്ടേലും മാറ്റി നോക്ക്. ഓക്കെ സാർ. ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശിവാനി, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ആരോ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നത് പോലെ എനിക്ക് തോന്നാ.
അല്ല ശിവാനി, നമ്മുടെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ വെറുതെ ആയാലും നമ്മളെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യും. അതിലിപ്പോ പേടിക്കാൻ മാത്രം എന്താ ഉള്ളത്? പേടിയൊന്നുമില്ല. എന്നാലും നിനക്കല്ല പേടി, നിന്റെ വയറ്റിലെ പാമ്പിനെ കണ്ടു കഴിഞ്ഞപ്പോ പേടിയാവുന്നത് എനിക്കാ. അമ്പലത്തിൽ വന്നപ്പോ മുതല് ഇവളെന്തിനാ ഡിസ്റ്റർബഡ് ആയിട്ടിരിക്കുന്നത്? വയറ്റിനുള്ളിലുള്ള പാമ്പ് കാരണം ഇവൾക്ക് അമ്പലത്തിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതായിരിക്കും. ഇവളൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവളിലുള്ള പ്രശ്നങ്ങളും ഇവളിലുള്ള സത്യങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കാൻ പറ്റും.